തൃശൂർ വാടാനപ്പള്ളിയിൽ KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഫ്ലക്സ് വെച്ച സംഭവത്തിൽ CPIM ഗൂഢാലോചന പുറത്തായെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് കീറിയത് ഇടതുപക്ഷക്കാർ ആയിരിക്കുമെന്ന ചാണ്ടിയുമ്മന്റെ നിലപാട് ശരിയെന്ന് തെളിഞ്ഞു. വിഷയത്തിൽ CPIM ജില്ലാ നേതൃത്വം മറുപടി പറയണമെന്നും ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. അതിനിടെ KC വേണുഗോപാൽ അനുകൂല ഫ്ലക്സ് വെച്ച CPIM പ്രാദേശിക നേതാവിന്റെ കുറ്റസമ്മതം പുറത്തുവന്നു. CCTV ഉള്ള കാര്യം അറിയില്ലായിരുന്നുവെന്നാണ് CPIM നേതാവ് അരവശ്ശേരി മുഹമ്മദ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ക്യാമറ അവിടെ ഉള്ള കാര്യം സത്യത്തിൽ എനിക്കറിയില്ല. കാരണം ഒരു ക്യാമറ ഉണ്ടായിരുന്നു, അത് കേടായി. ഇത് അറക്കൽ മൊബൈൽ ഷോപ്പിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട് അവിടെ ക്യാമറ വന്നിട്ടുള്ളത്. ആദ്യം അവിടെ ക്യാമറ കംപ്ലൈന്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ആ ധൈര്യത്തിലാണ് അവിടെ സാധനം വെച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? വാടാനപ്പള്ളിയിൽ അതായത് ഈ ഹൈക്കമാൻഡ് കൃത്യമായ രീതിയിൽ നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാ മേഖലയിലും ഈ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങളും അതുപോലെ തന്നെ ഫ്ലെക്സ് ബോർഡുകളും ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ആ ദിവസം രാത്രിയിൽ തന്നെയാണ് ഈ അരവശ്ശേരി മുഹമ്മദ് എന്ന CPIMന്റെ പ്രാദേശിക പ്രവർത്തകൻ, വാടാനപ്പള്ളിയിലെ പ്രവർത്തകൻ ഇത്തരത്തിൽ ബോർഡ് വെക്കുന്നത്. അദ്ദേഹത്തെ കുടുക്കിയത് ആ പ്രദേശത്തെ ഒരു മൊബൈൽ ഷോപ്പിലെ CCTV ക്യാമറയാണ്. കോൺഗ്രസ്സുകാർ ഈ CCTV ക്യാമറ തപ്പി ഇറങ്ങുകയായിരുന്നു. ആ ദൃശ്യം പുറത്തു വന്നതോടുകൂടി CPIMന്റെ പ്രാദേശിക നേതൃത്വം യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയായിരുന്നു. അപ്പോഴാണ് രൂക്ഷമായ വിമർശനം ഈ മുഹമ്മദിനെതിരെ ഈ പ്രാദേശിക ഗ്രൂപ്പ് കമ്മിറ്റികൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വരികയായിരുന്നു. ആ സമയത്താണ് ഇത്തരമൊരു നിലപാട് അദ്ദേഹം ആവർത്തിച്ചത്. CPIMന്റെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് നമുക്ക് കിടക്കാം. വാടാനപ്പള്ളിയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഗതി ഞങ്ങൾ ചർച്ച ചെയ്തു. വളരെ തെറ്റായൊരു നടപടിക്രമമാണ്. ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഇത്തരമൊരു തർക്കത്തിൽ ഞങ്ങൾ ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ല. അപ്പോൾ പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് വിശദീകരണം തേടും. നാട്ടിക ഏരിയ കമ്മിറ്റി തുടർ നടപടികൾ സ്വീകരിക്കും. ഇക്കാര്യം അവരോട് ചർച്ച ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന മുഖ്യമന്ത്രി തർക്കത്തിൽ CPIM ഒരു കക്ഷിയല്ല. അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് തീരുമാനമെടുക്കേണ്ട കാര്യം. തൃശൂർ വാടാനപ്പള്ളിയിലാണ് CPIM പ്രവർത്തകൻ KC അനുകൂല ഫ്ലക്സ് വെച്ചത്. ഈ സംഭവത്തിൽ CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിന്റെ പ്രതികരണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ PAയുടെ കൊലപാതക ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.